ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത്രയും കാലം നമ്മൾ എല്ലാവരും സഹിച്ചു. ഇനി അതെന്തായാലും പറ്റില്ല. നന്ദേട്ടന്റെ ജീവിതത്തിൽ നിന്ന് അവരെന്തായാലും ഒഴിവാക്കിയേ പറ്റും. ശത്രുവിന്റെ നാശം കാണാൻ ഏതറ്റം വരെയും പോകുന്ന സ്വഭാവം അവന്തികേടത്. അച്ഛൻ ചെന്ന് സംസാരിച്ചിട്ടും ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടില്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവരിനിയും ഈ വീടിനെയും നന്ദേടനെയും ദ്രോഹിക്കുന്നുള്ളത് തന്നെയാ. ഞാൻ പോയി അവരോട് സംസാരിക്കാം. എന്ത് ചെയ്തിട്ടായാലും ഡിവോഴ്സ് പെറ്റീഷനിലും അവരെ കൊണ്ട് ഒപ്പിടിച്ചുകൊണ്ട് വരാം. നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നീ വിചാരിക്കുന്ന ആളല്ല നിന്റെ ചേച്ചി. അവളുടെ മനസ്സിൽ ഈ വീടിനോടും എന്നോടുമുള്ള പകയും പ്രതികാരവും മാത്രം. എന്തൊക്കെയായാലും അവരെന്റെ ചേച്ചിയാണല്ലോ. വേണമെങ്കിൽ അവരെന്നെ കൊന്നോട്ടെ, എന്നാലും ഞാൻ പോകും. അങ്ങനെയാണെങ്കിൽ ഞങ്ങളും വരാം. നീ തനിയെ പോണ്ട. ഈ വീടിന് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. നിങ്ങൾ പോകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അവൾ ഡിവോഴ്സ് പെറ്റീഷൻ ഒപ്പിട്ട് തരും എന്ന പ്രതീക്ഷയൊന്നും വേണ്ട. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും എന്റെ മകന്റെ ഭാര്യയായി ഇനി ഈ വീട്ടിൽ അവള് വേണ്ട എന്ന് തന്നെയാ എന്റെ തീരുമാനം. ആര് പേഷ്യന്റ്? ലക്ഷ്മിയുടെ ബന്ധുവാണോ? സച്ചി ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? ബന്ധു എന്നാ പറഞ്ഞത്. വാ കാണിച്ചു തരാം. അങ്ങോട്ട് നോക്ക്. എവിടെ? ആ കട്ടില് ഡ്രിപ്പിട്ട് കിടത്തിരിക്കുന്ന പേഷ്യന്റിനെ കണ്ടില്ലേ? അതാണ് ലക്ഷ്മി പറഞ്ഞ പേഷ്യന്റ്. അതെ, ലക്ഷ്മി തന്നെയാണ് ആ പേഷ്യന്റ്. ലക്ഷ്മി സച്ചിൻ തമ്മിൽ എന്താ ബന്ധം?